നാം ഇന്ന് 21-ാം നൂറ്റാണ്ടിന്റെ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ഓരോ വർഷം കഴിയുന്തോറും കാലം പുതിയ പുതിയ ചലഞ്ചുകൾ, പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. നാം വിദ്യാഭ്യാസമുള്ളവരാണ്. നമ്മൾ വരുന്ന തലമുറകൾക്ക് അവർ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെ, അവർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ നേരിടാൻ ഭാഗവതത്തിലൂടെ ഒരു വഴി കാണിക്കുകയാണെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ളൊരു ഉത്തമ വഴികാട്ടിയായി, ഒരു പ്രശ്നപരിഹാരമായി ഭാഗവതം മാറും. ഈ പരീക്ഷത്ത് മഹാരാജാവും ഭാഗവതവും ഇന്ന് നമ്മളായിരിക്കണം. ഇന്ന് നമ്മളാണ് പരീക്ഷത്തുമാർ. പരീക്ഷത്തിൻ്റെ മുന്നിൽ 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ചു മരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട തക്ഷകൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പാമ്പും പാമ്പിൻ്റെ വിഷവുമായി ഒതുക്കി വയ്ക്കരുത്. ഇന്ന് നമ്മുടെ മുന്നിലുള്ള തക്ഷകനും വിഷവും എന്ന് പറയുന്നത് നാം അഭിമുഖീകരിക്കുന്ന, നമ്മളെ അലട്ടുന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങളായി നമ്മൾ കാണണം. ചിലർക്കത് രോഗങ്ങളാവും, ചിലർക്ക് ജോലി കിട്ടാത്തതായിരിക്കാം, ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാവും, ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നാം തക്ഷകനായി കാണുകയാണെങ്കിൽ ആ തക്ഷകനെയാണ് നമുക്ക് നേരിടേണ്ടത്, മറികടക്കേണ്ടത്. ഇതിനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നതെന്ന ബോധമുണ്ടാകണം. അല്ലെങ്കിൽ ഈ കഥയ്ക്കെന്ത് പ്രസക്തി ഉണ്ടാവും? 5000 വർഷം മുമ്പ് ഒരു രാജാവിൻ്റെ മുന്നിൽ തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന് ശാപം, രാജാവ് ഭാഗവതം കേട്ട് മുക്തി നേടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അരെ, രാജാവിന് മുക്തി കിട്ടിയോണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താ പ്രയോജനമുള്ളത്? നിങ്ങൾക്കെന്താ അതുകൊണ്ടൊരു ഗുണം കിട്ടുന്നത്? ഇതൊരു കഥയായി ഒതുങ്ങുമ്പോഴാണ്, അത് കാലഘട്ടത്തിലേക്കൊരു സന്ദേശമല്ലാതെ മാറുമ്പോഴാണ് ശുഷ്കിച്ചു പോകുന്നത്. എന്തോ ഭാഗ്യവശാൽ ഇന്ന് കുറേ ആളുകൾ ഭാഗവത ഉപാസകന്മാരാണ്. അവരാ കേവലം കഥയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അവർ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് അതിനൊരു പുതിയൊരു ആവിഷ്കാരം ചെയ്യാൻ അവരുടെ ഭാവനയെ അവരുപയോഗിക്കുന്നു. നമുക്ക് ഭാഗവതത്തെ വ്യാഖ്യാനിക്കാനുള്ള അവകാശമുള്ളവരാണ്. ഇതര മതങ്ങളെപ്പോലെ നമ്മളത്ര കൺസ്ട്രെയിൻഡോ വളരെ ഒരു കൺജസ്റ്റീവ് മൈൻഡുള്ളവരല്ല. നമുക്കൊരു വിശാലത തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അനവധി ആചാര്യന്മാർ അനവധി വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഋഷിവര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏകം സത്വിപ്ര ബഹുധാ വദന്തി. സത്യമൊന്നേ ഉള്ളൂ, പക്ഷേ അതിനെ വർണ്ണിക്കുന്നത് പല രൂപത്തിലാണ്. നിങ്ങൾ സഹസ്രനാമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ടല്ലോ, അതിൽ പറയും നമോസ്ത്വനന്തായ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാംനേ പുരുഷായ. ഏകം പുരുഷം, ഒരേ തത്വത്തെയാണ്, ഒരേ ഭഗവാനെയാണ് സഹസ്രനാമങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നത്. അപ്പോൾ ഒരേ ഭഗവാനെ 1000 നാമങ്ങളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന പോലെ ഒരേ സത്യത്തെ നമുക്ക് വൈവിധ്യ രൂപത്തിൽ വർണ്ണിക്കാൻ, അല്ലെങ്കിൽ അതിനെ ആവിഷ്കരിക്കാൻ സാധിക്കണം. ഇപ്പം ഇവിടെ നിന്ന് ഭാഗവതം കേട്ടുപോകുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളിലേക്കോ പേരക്കുട്ടികളിലേക്കോ ഭാഗവതത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ പ്രസക്തി ഇതിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിലോ സപ്താഹം മുഴുവൻ നടന്നാലും കേട്ടുകഴിഞ്ഞാലും ഒരു ഭാഷയുണ്ട് മലയാളത്തിൽ, ശങ്കരൻ വീണ്ടും, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി, ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ. അതായത് നമുക്കും അതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളെന്തോ സപ്താഹം കിട്ടും, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, വേദനകൾ അതവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ അതിനെ എടുത്തു മാറ്റാൻ നമുക്ക് സാധിച്ചില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നല്ല സാധനം കൊണ്ടുവച്ചത്, അതിന് മുകളിലൊരു സാധനം ഉണ്ടല്ലേ, നന്നായി. ഞാൻ വിചാരിച്ചു നിങ്ങൾ എങ്ങനെയാണ് വെക്കാൻ പോകുന്നതെന്ന്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഭാഗവതമൊക്കെ മനസ്സിലായാൽ ഏത് പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ നിന്ന് മാറി അവിടെയൊക്കെ പൂക്കൾ വരണം. നമുക്ക് അഭിനന്ദനങ്ങളും അതുപോലെ പ്രതീക്ഷകളും പ്രത്യാശകളും നൽകുന്ന പൂക്കളൊക്കെ വരണം. ഏത് തക്ഷകരെയും നമുക്ക് പൂക്കളാക്കി മാറ്റാൻ സാധിക്കണം. ഇപ്പം ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാഗവതത്തിൻ്റെ
ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. എനിക്കിവിടെ തന്നിരിക്കുന്ന വിഷയം വരാഹ അവതാരമാണെന്ന് തോന്നുന്നു. ഇന്ന് വരാഹ അവതാരം ഇന്ന് ഏതാ വായിച്ചു നിർത്തിയത് അറിയോ ആർക്കെങ്കിലും? 5-ാമത്തെ സ്കന്ധമായി. ഞാൻ പുറകോട്ട് പോവുകയാണ്, 3-ാം സ്കന്ധത്തിലേക്ക് പോവുകയാണ്. വരാഹ അവതാരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ വരാഹ അവതാരം ഇന്ന് പറയാൻ ഒരുപക്ഷെ എന്നെ നിയോഗിച്ചത് ഇന്ന് വരാഹ അവതാര ചാർത്തായിരിക്കാം. നമുക്ക് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ തുറന്നു പറയണം. ആദ്യമൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കഥകളായിട്ടാണ് ഞാൻ ഭാഗവതത്തെ കണ്ടത്. കാരണം പണ്ട് ഒരു ദേവി, ഒരു ഭാര്യ ഭർത്താവിനോട് പുത്രന്മാരെ വേണമെന്ന് പറയുന്നു. സന്ധ്യാസമയത്ത് പുത്രന്മാർ പാടില്ല എന്ന് പറയുന്നു. എന്തായാലും ഭാര്യ നിർബന്ധിക്കുന്നു. പുത്രൻ കൊടുക്കുന്നു, 2 പുത്രന്മാരെ ശപിക്കുന്നു, ഇവർ ഒരു ഭാരമായി തീരട്ടെ എന്ന്. അങ്ങനെയാണത്ര ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വന്നത്. അതിൻ്റെ പുറകിലുള്ളൊരു കഥയും അറിയാം നിങ്ങൾക്ക്. ഞാൻ ആ കഥയിലേക്കൊന്നും കടക്കുന്നില്ല. ഭഗവാന്റെ 2 കാവൽക്കാരായ ജയവിജയന്മാർ അങ്ങോട്ട് കടന്നു വരുന്നു. സനത്കുമാരാദി മഹർഷിവര്യന്മാർ അവരെ പരിഹസിക്കുന്നു. ജയവിജയന്മാർ അത് ഇന്നാണെങ്കിൽ അവർക്ക് പരിഹസിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം കുംഭമേളയിൽ കാണുന്നുണ്ടല്ലോ ഒരു തുണി പോലും കൊടുക്കാത്തവർ. അപ്പോൾ ഇവരൊരു വസ്ത്രം കൊടുക്കാതെ വന്നതുകൊണ്ടാണ് ഇവർക്കിങ്ങോട്ട് ദേഷ്യം വന്നത്. ഒരു സംസ്കാരമില്ല നിങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചീത്ത പറയുന്നത്. ശപിച്ചു, അസുരന്മാരായി തീരട്ടെ എന്ന്. ഈ 2 കുട്ടികളായിരുന്നു ആ അസുരന്മാരായി വന്നത്. അത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അതിൽ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ഭൂമിയെയും കൊണ്ട് രസലോകത്തിലേക്ക് പോയെന്നും ഭൂമിയെ കാണാതെ വന്നെന്നും ഈ സമയത്താണ് ഭൂമിയിലുള്ള മനുഷ്യപ്രജകളായ സ്വയംഭൂമനുവും ശതരൂപാദേവിയും കല്യാണം കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാവാൻ നോക്കുമ്പോൾ വീട് വയ്ക്കാൻ സ്ഥലം കാണാനില്ല. നമ്മൾ സാധാരണ കേൾക്കാറില്ല വീട് വയ്ക്കേണ്ട സ്ഥലമൊക്കെ അക്വസിഷനിൽ പെട്ടുപോയിന്ന്. ഇവിടെ ഭൂമി തന്നെ കാണുന്നില്ല. ഭൂമിയെയും കൊണ്ട് അസുരൻ പോയി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ ഒരു ബുദ്ധിയിൽ നമുക്ക് തോന്നും, അപ്പം ഇവരെവിടുന്നാ ഈ ഭൂമി വേണമെന്ന് ചിന്തിച്ചത്? ഇവരെവിടെയായിരുന്നു? ഭൂമിയില്ലെങ്കിൽ ഇവരെവിടെ ഉണ്ടാവുക? കാരണം ഭൂമി തന്നെ ഇല്ലെങ്കിൽ ഈ സ്വയംഭൂമനും ശതരൂപദേവി എവിടെയാണ്? ഇവർ തപസ് ചെയ്തു എന്നാണ്, ഇരുന്ന് ധ്യാനിച്ചു എന്നാണ്. ആ സമയത്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ബ്രഹ്മാവും ഈ പ്രശ്നത്തിന് പരിഹാരം അന്വേഷിച്ച് ധ്യാനനിരതനായി ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു ഗംഭീരമായൊരു സാധനം, സാധാരണ മൂക്കിൽ നിന്ന് എന്താ വരിക നമുക്കറിയാം, ഒരു ഉഗ്രൻ സാധനം പുറത്തേക്ക് ചാടി. അതങ്ങോട്ട് വളർന്നു വലുതായി ഉഗ്രമായി ഗർജിച്ചു. അത് വരാഹമായി. ആ വരാഹത്തെ സനൽകുമാരാദി മഹർഷിവര്യന്മാർ സ്തുതിക്കുന്നു. ഭഗവാൻ അവിടെ നിന്ന് പോകുന്നു. നേരെ രസലോകത്തിൽ ചെന്ന് ഭൂമിയെ എടുത്തുകൊണ്ടുവരുന്നു. തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഭൂമി ആ സ്ഥാനത്ത് വയ്ക്കുന്നു. പിന്നെ ഹിരണ്യാക്ഷനുമായിട്ട് വീണ്ടും യുദ്ധം ചെയ്ത് ഹിരണ്യാക്ഷനെ വധിച്ച് ഭഗവാൻ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞു പോകുന്നു. ഇതൊക്കെ ഈ കഥ പറയുമ്പോൾ ഞാൻ ഇത്രയും വേഗത്തിൽ എന്താ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഥ പറയുമ്പോണ്ടല്ലോ നമുക്ക് തന്നെ കുറേ ചിരി വരും ഉള്ളിൽ. കാരണം ഒന്ന് ഭൂമിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇന്ന് LKG പഠിക്കുന്ന കുട്ടി പോലും വിശ്വസിക്കില്ല. വിശ്വസിക്കുമോ? ഒരു ഭൂമിയെ ഒരു അസുരൻ രസലോകത്തിൽ കൊണ്ടൊളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് പറയാൻ പേടിയാണോ? വിശ്വസിക്കുമോ? സത്യത്തിൽ വിശ്വസിക്കുമോ? ഉറക്കെ പറയുമോ? ഇല്ല, ആരും വിശ്വസിക്കില്ല. കാരണം ഭൂമിയുടെ വലിപ്പം ഇവിടെ കിടക്കണം. ഒരു കുഞ്ഞ് അസുരൻ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് അവനെവിടെ? അവൻ ഈ രസലോകത്തിലാണ് ഭൂമിയെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതെന്ന്. അപ്പം ഇവനെവിടെയാണ്? ഇവൻ രസലോകത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ രസലോകത്തിൽ നിന്ന് ഭഗവാൻ തേറ്റമേൽ അതിനെ പൊക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ കഥകളൊക്കെ അത്ര വിശ്വസനീയമാണോ? പറയൂ, ആണ് വിശ്വസനീയമാണോ? ഇതൊക്കെ നമുക്കൊരു കഥയായിട്ട് പറയാം അല്ലേ? അത്രയില്ലല്ലോ. ആണോ അല്ലയോ? ഒരു ഭൂമിയെ അതിൻ്റെ സ്ഥാനത്ത് വരാഹം കൊണ്ടുവച്ചു എന്ന് പറയുമ്പോൾ അതൊരു നിങ്ങൾക്കൊരു കഥയായിട്ട് പറയാമെന്നല്ലാതെ ഇതിനെ എതിർക്കും പലരും. ആണോ? ഇതിനെ ഉൾക്കൊള്ളില്ല. കാരണം ഇതൊന്നും അത്ര യുക്തിപരമായി നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാനോ സാധ്യമല്ല. അപ്പം അതുകൊണ്ടാണ് വ്യാസഭഗവാൻ എഴുതി വെച്ചത് ഏത് കഥയുടെ പിന്നിലും തത്വമുണ്ടെന്ന്. അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഭാഗവതത്തെയെല്ലാം വ്യാഖ്യാനിക്കാൻ എന്ന് ഭാഗവതത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ പല ആളുകളുണ്ടല്ലോ ഭാഗവതം കേൾക്കുമെങ്കിലും കഥകളൊക്കെ കേൾക്കുമെങ്കിലും
ഈ കഥകൾക്കുള്ളിലൊക്കെ ചില സാരങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ കഥകളെ രചിച്ചതെന്ന് പലപ്പോഴും നമ്മുടെ ആളുകൾ ആരും മനസ്സിലാക്കില്ല. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഭാഗവതം പഠിക്കുന്നവരാണെങ്കിൽ ഭാഗവതത്തിലെ 12-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ അവിടെ 14-ാം ശ്ലോകത്തിൽ ഒരു ശ്ലോകമുണ്ട്. വേദവ്യാസ മഹർഷി പറയും, കഥായിമംസ്തേ കഥിതാമഹീയസാം വിജ്ഞാന വൈരാ കഥായിമംസ്തേ കഥിതാമഹീയസാം വിധായ ലോകേഷു യശപരേഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ വജോ വിഭൂതിന്നതു പാരമാർത്ഥ്യം. ഈ കഥകളെയൊക്കെ അതുപോലെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് പാരമാർത്ഥികമാവണം, അതുപോലെ പാരമാർത്ഥികമാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വിജ്ഞാന വൈരാഗ്യം, അതിൽ നിന്ന് വിജ്ഞാനത്തെ എടുക്കണം. ഒരു പൂമ്പാറ്റയോ അല്ലെങ്കിൽ ഒരു തുമ്പിയോ അല്ലെങ്കിൽ ഒരു തേനീച്ചയോ പൂവിൽ ചെന്നിരുന്ന് തേനെടുക്കുന്ന പോലെ നമ്മൾ ആ കഥയിൽ നിന്നും സാരത്തെ ഉൾക്കൊള്ളണം. ഈ സാരത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു കഥകൾ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഭാഗവതത്തിൽ എവിടെയോ എത്തുമായിരുന്നു. ലോകത്തിലെ ഒരു നമ്പർ 1 സമൂഹമായി ഹിന്ദുക്കൾ മാറുമായിരുന്നു. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ഇന്നും കഥ പറയുന്ന കുറേ വർഗങ്ങളായി നമ്മൾ മാറുകയാണ്. കഥകൾക്കപ്പുറത്ത് കാര്യത്തെ കാണാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ആ ഒരു പടിയിലേക്ക് കയറണം. കഥകൾക്ക് പിന്നിലുള്ള സാരം ഗ്രഹിക്കുന്ന സാരഗ്രാഹി. നിങ്ങൾ ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നില്ലേ, പിബത ഭാഗവത രസം എന്നാണ് വ്യാസഭഗവാൻ വാക്കുപയോഗിച്ചത്. ഭാഗവതം പിബത എന്നല്ല, പിബത ഭാഗവത രസം. അതിൻ്റെ രസത്തെ പിബത, അതിൻ്റെ സാരത്തെ പിബത, അതിൻ്റെ തത്വത്തെ പിബത. അങ്ങനെ നമ്മൾ കഥകളെ വ്യാഖ്യാനിക്കണം. ഇന്ന് അതിന് കഴിവ് കൂടുതൽ വെസ്റ്റേൺ ആളുകൾക്കായതുകൊണ്ടാണ് ആ വെസ്റ്റേൺ ആളുകൾ ഇന്ന് നമ്മളെക്കാൾ വളരെയധികം വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ശാസ്ത്രരംഗത്തൊക്കെ കുതിച്ചുയരുന്നു. നിങ്ങൾ നോക്കൂ, ഇന്ത്യക്കാരുടെ ബുദ്ധിയും അമേരിക്കക്കാരുടെ ബുദ്ധിയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് ബുദ്ധി അധികം, നമുക്ക് ബുദ്ധി കുറവാണെന്ന് തോന്നുന്നുണ്ടോ? പറയൂ, അങ്ങനെ തോന്നുന്നുണ്ടോ? എല്ലാവർക്കും ബുദ്ധിയില്ലേ? ഉണ്ടോ? പക്ഷെ എന്തേ അവിടെ കണ്ടുപിടുത്തങ്ങളും അവിടെയാണല്ലോ പുരോഗതിയൊക്കെ വരുന്നത്? എന്തേ ഇവിടെ അത്ര പുരോഗതി വരാത്തത്? കാരണം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ്, നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ്. അപ്പം നമ്മളെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു മോട്ടിവേഷനിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഒരാളുടെ പൊട്ടൻഷ്യൽ ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ, ഒരാളുടെ എബിലിറ്റിയും ഒരാളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും തിരിച്ചറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലെത്തുമായിരുന്നു. നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പത്രം, എന്നും കുത്തും കൊലയും, ഭാര്യയ്ക്ക് വിഷം കൊടുത്തതും ഭർത്താവിന് വിഷം കൊടുത്തതും ഈ കൊല്ലും കൊലയിലൊക്കെ കഥകളാണ്. ആണോ? ഇനിയിപ്പോൾ ആ പരീക്ഷ വരാൻ പോകുന്ന എന്തൊരു ശല്യമാണെന്ന് നോക്കൂ. ഗവൺമെൻറ് വളരെ ടെൻഷനിലാണ്. കാരണം ഇപ്പോഴും തന്നെ ഹൈക്കോടതി, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആത്മഹത്യ കൂടുന്നു കുട്ടികളുടെ ഇടയിൽ എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം JEE എക്സാമിനേഷൻ 2 ദിവസം മുമ്പുള്ളപ്പോഴാണ് ഇത് ഈ കോട്ടയിൽ 4 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസം കുട്ടികൾ ആത്മഹത്യ, പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ. IIT-യിലൊക്കെ കാണുന്നില്ലേ നിങ്ങൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ ഭാഗവതങ്ങളെയൊക്കെ, ഭാഗവത കഥകളെയൊക്കെ നമ്മുടെ കുട്ടികൾക്കൊരു മോട്ടിവേഷണൽ സ്റ്റോറി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ചാലഞ്ചുകളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഭാഗവതത്തിലൂടെ സാധിക്കുമായിരുന്നു. നമ്മളിപ്പോൾ ഭാഗവതം ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ ഭാഗവതം വിടും. ഭാഗവതം നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. വീണ്ടും നമ്മൾ ലൗകിക ജീവിതത്തിൻ്റെ സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഭാഗവതം കേട്ടിട്ട് എന്താ കാര്യം? ഭാഗവതം നമ്മൾ കേൾക്കുന്നത് കേവലം ഒരു സമയം പോവാൻ, കഥ കേട്ട് രസിക്കാനല്ല. ആ കഥകൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തെ കഥയുള്ളതാക്കി തീർക്കുന്ന ഒരു കഥയുണ്ട്. എൻ്റെ ജീവിതത്തെ എനിക്ക് കഥയുള്ളതാക്കണം. അത് കഥ കഴിക്കാനുള്ളതല്ല, അത് കഥ തീരാനുള്ളതല്ല. അതിന് എനിക്ക് അനശ്വരമാക്കണം, അതിനെ ഐശ്വര്യമുള്ളതാക്കണം, അതിനെ കരുത്തുള്ളതാക്കണം. ഈ ബോധം നമുക്കുണ്ടാവണം. വേണ്ടയോ? നമ്മളൊക്കെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ, പക്ഷെ കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കണം. കഥകളിലൂടെ അവരുടെ ഉള്ളിൽ ബോധമുണ്ടാക്കണം.
അതിനാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി, ഞാൻ പറയാം, ഭാഗവതം സപ്താഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കഥയല്ല, ഇറ്റ് ഈസ് എ മോട്ടിവേഷണൽ ഒരു സ്പീക്കിംഗ് ആണത്. ആളുകളെ, നമ്മുടെ മുന്നിലിരിക്കുന്നവരെ അവർ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ കരുത്തുള്ളവരാക്കുക, കഴിവുള്ളവരാക്കുക, ശക്തിയുള്ളവരാക്കുക. നാളെ മരണത്തെ പോലും അഭിമുഖീകരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ആ മരണത്തെ നേരിടാൻ സാധിക്കുക. പരീക്ഷത്ത് മഹാരാജാവൊക്കെ പറയുന്നത് പോലെ, എനിക്ക് തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം, എനിക്കിപ്പോൾ തക്ഷകനെയോ മൃത്യുവിനെയോ ഭയമില്ല എന്ന് പറയുന്ന വിധത്തിൽ. നിങ്ങൾക്കറിയോ, ഇപ്പോൾ സൈക്കോളജി പറയുന്നത് ഒരു 90% മരണം നടക്കുന്ന രോഗം കൊണ്ടല്ല. 90% മരണം നടക്കുന്നതും രോഗം കൊണ്ടല്ല. 90% മരണം നടക്കുന്നതും മനസ്സിൻ്റെ അനാവശ്യമായ ടെൻഷൻ, ഉത്കണ്ഠ എന്ന് പറയും, ഉത്കണ്ഠ എന്ന് പറയാം, ആങ്സൈറ്റി സിൻഡ്രം എന്ന് പറയും. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ആണോ അല്ലയോ? ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും മനുഷ്യൻ അസ്വസ്ഥനാണ്. കാരണം കുട്ടിക്കാലത്തെ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു അസുഖം വരുമ്പോഴേക്കും അമ്മ പറയും, എടാ നീ മരുന്ന് കഴിച്ചോ, ഒരു 10 പ്രാവശ്യം ചോദിക്കും മരുന്ന് കഴിച്ചോ എന്ന്. ഈ മരുന്നിലാണ് രോഗം മാറുക എന്നാണ് അമ്മയുടെ വിചാരം. മരുന്ന് കൊണ്ടല്ല അസുഖം മാറുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൻ്റെ കോൺഫിഡൻസ് ആണ്. ആണോ അല്ലയോ? അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല കുട്ടികളെ. മനസ്സിൻ്റെ ധൈര്യമാണ്, മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയ മരുന്നെന്ന് പഠിപ്പിക്കാൻ ഇന്ന് ഏത് അച്ഛനമ്മമാർക്ക് സാധിക്കുന്നുണ്ട്? അപ്പം അങ്ങനെയുള്ളൊരു കഴിവുള്ളൊരു മനസ്സ്, കരുത്തുള്ളൊരു മനസ്സ് കുട്ടികൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിവുള്ള മനസ്സെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നതാണെന്ന്. നിങ്ങളൊക്കെ ലോകം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങൾക്കറിയോ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്, ഏറ്റവും വലിയ കോടീശ്വരനാണ് എലൻ മസ്ക് എന്ന് പറയുന്ന ആൾ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്നിപ്പോൾ നിങ്ങൾ അറിയോന്നറിയില്ല, ഈ അമേരിക്കയിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ കാർ ഇറക്കിയത്. ടെസ്ല കാർ എന്നാണ് അതിന് പറയാം. ആ ടെസ്ല കാറിൻ്റെ CEO ആണ് അത് ആരംഭിച്ചത്, എലൻ മസ്ക്. ഇന്നിപ്പോൾ സ്റ്റാർലിങ്ക് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ നെറ്റ്വർക്ക് സിസ്റ്റങ്ങളുണ്ട്. അതാണ് ഈ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളെ യുദ്ധത്തിൽ ജയിപ്പിക്കുന്നത്. മുഴുവൻ എലൻ മസ്കിൻ്റെ ബ്രെയിനാണ് അതൊക്കെ. അതേപോലെ തന്നെ എലൻ മസ്കിൻ്റെ മറ്റൊരു സാധനമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സ്പേസിൽ അവിടെ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന സ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളത്. സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? അവിടെ ആകാശത്തിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? അപ്പം അവിടേക്കൊക്കെ ആളുകളെ കൊണ്ടുപോകുന്ന റോക്കറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുള്ള ആളാണ് ഈ എലൻ മസ്ക്. അദ്ദേഹം ഒരു കമ്പനിയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യണം. അതിന് അദ്ദേഹം അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. അതിപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കണം അമേരിക്കയിൽ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണ്ടോ എന്നറിയില്ല. എന്താ അറിയോ അദ്ദേഹം അഡ്വർടൈസ് ചെയ്തത്? ഐ ഡോണ്ട് വാണ്ട് എഡ്യൂക്കേറ്റഡ്, ഐ വാണ്ട് സ്കിൽഡ് എന്ന്. ഐ ഡോണ്ട് ലുക്ക് ഇൻ ടു യുവർ ക്വാളിഫിക്കേഷൻ, ഐ ഡോണ്ട് ലുക്ക് ഇൻ ടു യുവർ സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റ്, ഐ ലുക്ക് ഇൻ ടു യുവർ സ്കിൽ. ഞാൻ നിങ്ങളുടെ കഴിവിനെ മാത്രമേ നോക്കുന്നുള്ളൂ, എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റേ ആവശ്യമില്ല എന്ന്. അപ്പം ഇതിപ്പോൾ ഇവർ വലിയ ചർച്ചയ്ക്ക് ഒരു വഴിവെച്ചിരിക്കുകയാണ്. അതായത് വിദ്യാഭ്യാസവും കഴിവും തമ്മിൽ യാതൊരു, ഉറക്കെ പറയൂ, ഒരു ബന്ധവുമില്ല. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ വേണ്ട, തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. എനിക്ക് വിദ്യാഭ്യാസമുള്ളവരെ വേണ്ട, എനിക്ക് കഴിവുള്ളവരെയാണ് വേണ്ടത്. അപ്പം നോക്കൂ, നിങ്ങൾ കഴിവും വിദ്യാഭ്യാസം തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിൽ ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വേണ്ടേ? കഴിവെന്ന് പറയുന്നത് അതിനാണ് ദൈവീകത എന്ന് പറയാം. എന്താണ് ദൈവീകമായ കഴിവ്? നിങ്ങളുടെയൊക്കെ കുട്ടികളിൽ, നമ്മളിലൊക്കെ ഉണ്ട് കഴിവുകൾ. എല്ലാവരിലും കഴിവുകളുണ്ട്, ദൈവീകമായ കഴിവുകളുണ്ട്. ഈ കഴിവിനെയാണ് നമുക്ക് ഉണർത്തിക്കൊണ്ടുവരേണ്ടത്. ഭാഗവതം എന്തിനാണ് കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ കഴിവുകളെ ഉണർത്തിക്കൊണ്ടുവരിക. അതിന് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളായിരിക്കും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ കുട്ടികൾ. നിങ്ങളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠന്മാരായ അച്ഛനമ്മമാർ. ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറയും ആരാണ് യഥാർത്ഥത്തിലൊരച്ഛൻ, ആരാണ് യഥാർത്ഥത്തിലൊരമ്മ. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ കുട്ടി വന്നു കഴിഞ്ഞാൽ തന്നെ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ മേല് കഴിച്ച് ട്യൂഷൻ പറഞ്ഞയക്കുന്നവരെയാണ് അച്ഛനമ്മമാരെന്ന് പറയാം. അവരെ ട്യൂഷൻ പറഞ്ഞിട്ട് അമ്മ സീരിയലും കാണും. അതാണല്ലോ പൊതുവേ നമ്മളിപ്പോൾ കാണുന്ന അച്ഛനമ്മമാരുടെ അവസ്ഥ, അമ്മമാരുടെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ളവരാണോ അമ്മായി അച്ഛനെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അങ്ങനെയുള്ളവരല്ല അച്ഛനും അമ്മയും. നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ഡെഫിനിഷൻ, നിർവചനം ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അറിയോ ആർക്കെങ്കിലും? അച്ഛൻ്റെയും അമ്മയുടെയും നിർവചനം ഭാഗവതത്തിലുണ്ട്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടോ ഇവിടെ? നിങ്ങളിവിടുന്ന് എന്താ കേട്ടത്? പിന്നെ
ഭാഗവതത്തിൽ അച്ഛനാര്, ഒരു യഥാർത്ഥ അച്ഛനാര്, യഥാർത്ഥ അമ്മയാര് എന്നൊരു നിർവചനമുള്ള ഒരു ശ്ലോകമുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങളെന്താ ഇന്ന് ഇന്നെന്താ ഏകാദശിയാണോ? മൗനവ്രതം? അങ്ങനെ മിണ്ടില്ല എന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിലുണ്ട്. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരാണ് അച്ഛനും അമ്മയും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരാണ് അച്ഛനും അമ്മയും അറിയോ നിങ്ങൾക്ക്? ഭാഗവതത്തിൽ ഇനി ഓർത്തോളൂ, 5-ാം സ്കന്ധം ഏതാണ്? 5-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകം ഏതാണ്? 5-ാം അധ്യായത്തില് 5-ാം സ്കന്ധത്തില് 5-ാം അധ്യായത്തില് 18-ാം ശ്ലോകം. ഇപ്പൊ നോക്കട്ടെ, ഏതായാലും ഞാൻ സപ്താഹം പറയാനല്ല വന്നിരിക്കുന്നത്. അപ്പോ അവിടെ പറയാണ്, ഗുരൂനനസ്യാൽ ജനനീനനസ്യാൽ ഗുരൂനനസ്യാൽ സ്വജനോനനസ്യാൽ പിതാനനസ്യാൽ ജനനീനനസ്യാൽ ദൈവം നതസ്യാൽ പതിശ്ചസസ്യാൽ നമോജയേത സമുപേദ മൃത്യം. ഗുരു എന്ന് ആ ഗുരു അല്ല, സ്വജനോ എന്ന് ആ സ്വജനമല്ല, പിതാ ന എന്ന് പറഞ്ഞാൽ പിതാ ന ആ പിതാവ് പിതാവല്ല, എന്ന് പറഞ്ഞാൽ അല്ല. ജനനി ന ആ ജനനി ആ അമ്മയല്ല. ഏത് അമ്മ, ഏതച്ഛൻ, ഏത് പതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോചയേത സമുപേദ മൃത്യം സമുപേദ, അതായത് മരണതുല്യമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനസ്സുകളെ അതിൽ നിന്നും ഉണർത്താനും ഉയർത്താനും വഴി കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളെയൊന്നും അച്ഛനെന്നോ അമ്മയെന്നോ വിളിക്കാൻ പാടില്ല. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ജോലിയാണ് കുട്ടികളെ മാനസികമായി ഉയർത്തുക. സത്യം പറയൂ, നിങ്ങൾ ഇന്ന് നമ്മളെ കുട്ടികളെയൊക്കെ അച്ഛനമ്മമാരെ മാനസിക ഉയർത്തുകയാണോ, അതോ ചീത്ത പറഞ്ഞ് കൊള്ളരുതാത്തവൻ, ഉത്തരവാദിത്തമില്ലാത്തവൻ, പഠിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇതിൻ്റെ മുകളിൽ തൂങ്ങി അതിൽ തന്നെ കളിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവൻ ചീത്ത വിളിക്കുന്നവരാണോ കൂടുതലുണ്ടാവുക? പറയൂ. എന്താ ഒന്നും മിണ്ടാത്തത്? നമ്മുടെ കുട്ടികൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി മാറുകയാണോ, അതോ കൂടുതൽ ഉത്തരവാദിത്വം കുറയുന്നവരായി മാറുകയാണോ? എന്താ പറയൂ നിങ്ങൾ. ഇപ്പം എന്തേ കുട്ടികൾ അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവരായി മാറിയത്? കാരണം നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കേവലം വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ, ട്യൂഷനും പ്രാധാന്യം കൊടുത്തപ്പോൾ അത് ബോറിംഗാണ്, അത് ബോറിംഗാണ് ആ സബ്ജക്റ്റുകൾ. ആണോ അല്ലയോ? കുട്ടികൾക്ക് ജീവിതത്തിൽ വിരസതയും മടുപ്പും ആരാ ഉണ്ടാക്കിയത്? എന്താ ഒന്നും ഇടാത്തത് നിങ്ങൾ? കുട്ടികൾക്ക് പഠിത്തം നല്ലൊരു സന്തോഷമുള്ള കാര്യമാണോ? സത്യം പറയൂ, നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ, നിങ്ങൾക്ക് പഠിത്തം എത്ര പേർക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു? നോണ പറയരുതേ, അമ്പലത്തിലാണ് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ പറയണം, പഠിത്തം സന്തോഷമുള്ളവർ എത്ര പേരുണ്ടായിരുന്നു? ഒന്ന് കൈ പൊക്കൊന്ന് ഞാൻ കാണട്ടെ. എന്നിട്ടാണ് നിങ്ങളെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ. ആർക്കെങ്കിലും പഠിത്തം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നോ? പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ടീച്ചർക്ക് പനി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരില്ലേ നിങ്ങൾ? നോണ പറയരുത്. പ്രാർത്ഥിച്ചിട്ടില്ലേ? അതിനപ്പുറത്ത് വരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ചില വിഷയങ്ങളൊക്കെ ഇത്തിരി പേടിയുള്ള വിഷയങ്ങളായിരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ആ വിഷയങ്ങളൊക്കെ ബോറടിപ്പിക്കുമ്പോൾ അവർക്ക് ആകെ ഒരു എൻ്റർടൈൻ ഏതിലേ ഉണ്ടാവുള്ളൂ? മൊബൈൽ, അതിലേക്കല്ലേ അവർ പോവുക? ആണോ അല്ലയോ? ഇത് കുട്ടികളെയാണോ നമ്മൾ കുറ്റം പറയേണ്ടത്, അതോ ആ കുട്ടികളെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുവരാൻ കഴിവില്ലാതെ പോയ നമ്മളെ ഭാഗത്താണോ തെറ്റ്? ആരാണ് ശരിക്കും ഇതിൽ കുറ്റവാളികൾ? കുട്ടികളാണോ അപരാധം ചെയ്യുന്നത്? അവരെ നല്ലൊരു മോട്ടിവേഷനിലേക്ക് കൊണ്ടുവരാൻ, അവരെ കഴിവുള്ളവരാക്കി തീർക്കാൻ പറ്റാത്ത നമ്മളാണോ കൊള്ളരുതാത്തവർ? അത് മിണ്ടില്ല നിങ്ങൾ. കാരണം പ്രസവിച്ചു പോയില്ലേ, മക്കളായി പോയില്ലേ? ആരാണ് തെറ്റ് ചെയ്യണത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആരാണ് ശരിക്കും കുറ്റവാളികൾ? ആരാണ് തെറ്റുകാർ? ആരാണ് ഉത്തരവാദിത്വം കുറഞ്ഞവർ? കുട്ടികളാണോ നമ്മളാണോ? ഒന്ന് ഉറക്കെ പറയും, കേൾക്കട്ടെ. അത് പറയില്ലേ നിങ്ങൾ? കാരണം എളുപ്പമുള്ള മറ്റൊരാളെ ചീത്ത വിളിക്കല്ലേ. അപ്പം ഇവിടെയൊക്കെയാണ് ഭാഗവതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ ജോലി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന് കുറച്ച് പണിയെടുക്കണം നമ്മൾ. കാരണം നല്ലത് കേട്ടാലേ നമുക്ക് നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പം ശ്രവണം സർവധർമ്മേഭ്യോ എന്ന് പറയും. അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. 7 ദിവസം ഭാഗവതം കേൾക്കുമ്പോൾ അത് വെറുതെ കേട്ട് പോകരുത്. ഒരു കഥയെങ്കിലും നമുക്കതിൽ നിന്ന് സാരവത്തായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ അത് മതി നമ്മുടെ ജീവിതത്തിലൊരു മോട്ടിവേഷൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് തെളിയിക്കണം. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമുക്കതുകൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ
അവിടെ ആ ഭാഗവതം അവിടെയാണ് നിങ്ങൾക്ക് ഭാഗവതമായി മാറുന്നത്. അല്ലാതെ ഭാഗവതം കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ അത് ഒരു പ്രചോദനമായി, ഒരു പരിശീലനമായി, ഒരു കരുത്തായി മാറുമ്പോഴാണ് ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഫലവത്താവുന്നത്. ആണോ?